നമസ്കാരം. ജാതക കഥകളിലെ 70ാമത്തെ കഥ അക്ഷയപാത്രം. വാരണാസിയിൽ പണ്ട് വളരെ ധനികനായ ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. ബോധിസത്വൻ അദ്ദേഹത്തിൻ്റെ മകനായി പിറന്നു. പിതാവിൻ്റെ കാലശേഷം അദ്ദേഹം കച്ചവടം ഏറ്റെടുത്തു. ധാരാളം ധനം സമ്പാദിച്ചു. വിവാഹം കഴിച്ചു. ഒരു പുത്രനുണ്ടായി. നല്ല പ്രവർത്തികൾ മാത്രം ചെയ്തു. ധർമാനുഷ്ഠാനങ്ങൾ നടത്തി. അങ്ങനെ ഉത്തമമായ ജീവിതം നയിച്ചു. ആ ജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമായി മരണാനന്തരം അദ്ദേഹം സ്വർഗത്തിലെത്തി. ദേവന്മാരുടെ രാജാവായ ശക്രനായി തീർന്നു. അദ്ദേഹം മരിക്കുമ്പോൾ വീട്ടിലെ നിലവറയിൽ 40 കോടി സ്വർണ്ണ നാണയങ്ങളുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരേയൊരു മകൻ അച്ഛൻ്റെ വഴിയല്ല സ്വീകരിച്ചത്. അവൻ വഴിയരികിൽ ഒരു മണ്ഡപം പണിയിച്ചു. കൂട്ടുകാരുമായി അവിടെ ആട്ടവും പാട്ടും തീറ്റയും കുടിയുമായി കാലം കഴിച്ചു. ഒരു പണിയും ചെയ്യുകയില്ല. പണമെല്ലാം മദ്യത്തിനും വേശ്യകൾക്കുമായി ചെലവിട്ടു. ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് 40 കോടി സ്വർണ്ണ നാണയവും അവൻ ധൂർത്തടിച്ചു തീർത്തു. പിന്നെ തെണ്ടിയായി തെരുവിലലഞ്ഞു. മകൻ്റെ ദയനീയമായ സ്ഥിതി ദിവ്യദൃഷ്ടി കൊണ്ടറിഞ്ഞ ശക്രന് സഹിക്കാനായില്ല. അദ്ദേഹം അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മനോഹരമായ ഒരു സ്ഫടികപാത്രം അവൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, "മകനെ, ഈ പാത്രം നീ ഏറ്റവും സൂക്ഷിക്കണം. ഇത് കയ്യിലുള്ള കാലത്തോളം നിനക്ക് ധനത്തിൻ്റെ കുറവുണ്ടാകുകയില്ല." മകനെ അനുഗ്രഹിച്ചിട്ട് ശക്രൻ മറഞ്ഞു. പാത്രം കിട്ടിയതോടെ പണത്തിന് മുട്ടില്ലാതായി. അതോടെ അവൻ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങി. എപ്പോഴും ആട്ടവും പാട്ടും കുടിയും തന്നെ. ഒപ്പം തനിക്കൊരിക്കലും തീരാത്ത സമ്പത്തുണ്ടെന്ന അഹങ്കാരവും വളർന്നു. ഒരു ദിവസം മദ്യം തലയ്ക്ക് പിടിച്ചപ്പോൾ അവൻ ആ സ്ഫടികപാത്രം എടുത്ത് അമ്മാനമാടാൻ തുടങ്ങി. ആദ്യം കുറേ നേരം അത് കയ്യിൽ തന്നെ വന്നു വീണുകൊണ്ടിരുന്നു. ഒരിക്കൽ അത് കയ്യിൽ നിന്നും വഴുതി താഴെ വീണു ചിതറി. അതോടെ അവൻ വീണ്ടും ഒന്നുമല്ലാത്ത തെണ്ടിയായി മാറി. തെരുവിൽ അലഞ്ഞു നടന്നു. അവസാനം അവശനായി പെരുവഴിയിൽ തന്നെ വീണു മരിച്ചു. നന്ദി.